2019 കേരളത്തെ വല്ലാതെ വിഴുങ്ങിക്കളഞ്ഞ കോവിഡ് എന്ന മഹാമാരി 2021 എൻ്റെ വീട്ടിൽ വന്ന് കയറി മടങ്ങിപ്പോകുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്നൊരു അംഗത്തെയും കൊണ്ടാണ് പോയത്. 2021 ജനുവരി മാസം 1-ാം തീയതി എൻ്റെ 10 വയസ്സുള്ള മൂത്ത മകൾക്ക് കോവിഡ് ബാധിച്ച് 2021 ജനുവരി മാസം 1-ാം തീയതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് 2021 ജനുവരി മാസം 4-ാം തീയതി രാത്രി ഏതാണ്ട് 10:55 അവൾ പ്രിയം വെച്ച കർത്തൃസന്നിധി ചേർക്കപ്പെട്ടു. 2021 ജനുവരി മാസം 5-ാം തീയതി ഉച്ചയ്ക്ക് 12:30 മണിക്ക് തിരുവല്ല മുനിസിപ്പാലിറ്റിയുടെ ക്രിമിറ്റോറിയത്തിന്റെ അകത്ത് എന്റെ കുഞ്ഞിന്റെ പച്ച മാംസം 2.5 മണിക്കൂറാണ് തീ കൊണ്ട് കരിഞ്ഞത്. അത് കണ്ടു നിൽക്കേണ്ടി വന്ന ഒരു എളിയ സുവിശേഷകനാണ് ഞാൻ. മക്കളെ, കർത്താവിന്റെ ദാസനെ, പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് മനസ്സ് തുറന്നു പറയുന്നു, ഞങ്ങളെ ആശ്വസിപ്പിച്ച ദൈവശക്തി നിശ്ചയമായിട്ടും നിങ്ങളെ ആശ്വസിപ്പിക്കും. എന്റെ ഭാര്യയെ കുറിച്ച് ഡോക്ടർ എഴുതി വെച്ചത്, നിങ്ങളുടെ ഭാര്യ ഇനിയും ഒരിക്കലും സ്റ്റേബിളായ ഒരു മാനസിക അന്തരീക്ഷത്തിലേക്ക് വരില്ല, ഒരു മാനസിക രോഗിയായി തന്നെ തുടരും. ഞങ്ങളുടെ വീടിനകത്ത് ഒരു ദിവസം രാത്രി ഇറങ്ങി വന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഭാര്യ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് അന്ന് രാത്രി എന്റെ ഭാര്യ ആത്മാവിൽ പുറത്തു വരികയാണ്. ഇന്ന് ഞാനിവിടെ ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഇതിൽ പ്രാർത്ഥനയിൽ എന്റെ ഭാര്യ പങ്കാളിയാകുകയാണ്. യേശുവിന്റെ രക്തം ജയം. ഞാൻ പറയുന്നു, ഞങ്ങളെ ശക്തീകരിച്ച, ഞങ്ങളെ ഉറപ്പിച്ച അതേ ദൈവശക്തിയുടെ വ്യാപാരം അനുഭവിക്കുന്ന എത്ര പ്രിയപ്പെട്ടവർ ഇവിടെ ഉണ്ട്.